ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോളിയസ് വെറൈറ്റീസ് ആണ് കേട്ടോ. തിരുഹൃദയ ചെടി എന്നും ഇതിന് പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇലകളുടെ വൈവിധ്യവും നിറങ്ങളും കൊണ്ടൊക്കെ ആകർഷകമായ ഒരു അലങ്കാര സസ്യമാണ് ഈ ഒരു കോളിയസ് എന്ന് പറയുന്നത്. ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഈ ഒരു സസ്യത്തിന് പല നിറത്തിലും ആകൃതിയിലും നമ്മൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലയാണെങ്കിൽ പല നിറത്തിലുള്ള ഇലകളാണ് ഈ സസ്യത്തിൽ മിക്കവാറും കാണുന്നത്. അപ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രദേശങ്ങളിലും ഉദ്യാന സസ്യമായിട്ടൊക്കെ ഇതിനെ പരിപാലിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തണ്ടുകൾ ഒടിച്ച് നട്ടാണ് സാധാരണയായിട്ട് വംശവർധന നടത്തുന്നത്. നല്ല രീതിയിൽ വെള്ളവും തണലും ഒക്കെ ഉള്ളിടത്ത് വളരുന്ന ഇവയുടെ പൂക്കൾ വളരെ ചെറുതും അതുപോലെ തണ്ടുകളുടെ അഗ്രത്തായിട്ട് കുലകളായിട്ടും കാണപ്പെടുന്നുണ്ട്. ഇത്രയധികം വർണ്ണങ്ങളുള്ള ഡെക്കറേറ്റീവ് പ്ലാന്റ്സ് വളരെ അപൂർവമാണ്. ഇതിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ജാവ ദ്വീപുകളാണ്. ഇതിൻ്റെ ഇലകളിലാണ് വർണ്ണവസന്തം മുഴുവൻ. അത്രയധികം പൊക്കം വയ്ക്കാത്ത ചെടിയാണ് കേട്ടോ ഇതിനെ തിരുഹൃദയ ചെടി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് ലാമിയേസി കുടുംബത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ്. തെക്കു കിഴക്കൻ ഏഷ്യയിലെയും ഓസ്ട്രേലിയയിലെയും തദ്ദേശവാസിയായ ഈ ഒരു ചെടി സാധാരണയായിട്ട് 60 മുതൽ 75 സെൻറ്റിമീറ്റർ 2 to 2.5 അടി ഏകദേശം അത്ര വരെ വളരുന്ന ഒരു ബഹുവർഷ കുറ്റിച്ചെടിയാണ് കേട്ടോ. തണ്ടുകൾ ഒടിച്ച് നട്ടാണ് സാധാരണയായിട്ട് വംശവർധനയൊക്കെ നടത്തുന്നത്. തണുത്ത കാലാവസ്ഥ ഇതിന് അനുയോജ്യമല്ല. ഗ്രോ ബാഗിലൊക്കെ വളർത്തുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ്. ഓരോ കോളിയസ് വെറൈറ്റിക്കും അനുസരിച്ചിട്ട് സൂര്യപ്രകാശത്തിലും അതുപോലെ തന്നെ പാർഷ്യൽ ഷെയ്ഡ് അങ്ങനെ വളരുന്നതിൽ മാറ്റം വരുന്നുണ്ട്. ഓരോ കോളിയസിൻ്റെ വെറൈറ്റീസിനും പല ഇലയിൽ പല കളേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ വെറൈറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഇത് നമ്മൾ എവിടെയാണ് വെക്കേണ്ടത്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വെച്ച് വളർത്താൻ പറ്റിയൊരു ചെടിയാണ്. പക്ഷേ നമുക്ക് ഒരുപാട് സൂര്യപ്രകാശം തട്ടിയാൽ ഇലകൾ കരിഞ്ഞു പോകുന്ന ടൈപ്പ് വെറൈറ്റീസും ഉണ്ട്. ഒരുപാട് സൂര്യപ്രകാശം ആവശ്യമുള്ള വെറൈറ്റീസും ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.